നിയമനിർദ്ദേശങ്ങളും അനുസരിച്ച് ജീവിക്കണം എന്നാദ്യമായി ഉണർത്തുകയാണ്. ബഹുമാന്യനായ ഇമാം മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ ഉദ്ധരിച്ച ഒരു ഹദീസ് ആസ്പദമാക്കിയാണ് സംസാരിച്ചത്. മദീനയിലെ പള്ളിയിൽ വെച്ച് മറ്റാരുമില്ലാത്ത ഒരു സദസ്സിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും അബൂ ഹുറൈറയും തനിച്ചായി മദീനയിലെ പള്ളിയിൽ ഇരിക്കുന്ന അവസരത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അബൂ ഹുറൈറയോട് പറഞ്ഞ ഒരു സംഭവം, അത് പിന്നീട് പ്രവാചകന്റെ നിയോഗാനന്തരം അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു മറ്റൊരാൾക്ക് പറഞ്ഞു കൊടുക്കുന്ന സംഭവമാണ് ഹദീസ് ഉദ്ധരിച്ചത്. ആ വിഷയം പറയാൻ വേണ്ടി അബൂ ഹുറൈറ ഒരുങ്ങുമ്പോഴൊക്കെ തന്നെ അദ്ദേഹത്തിന് ബോധക്ഷയം സംഭവിക്കുകയും വീണ്ടും അദ്ദേഹം ആ സംഭവം പറയാൻ തുടങ്ങുമ്പോഴേക്ക് വീണ്ടും ബോധക്ഷയം സംഭവിക്കും. അത് 2-3 പ്രാവശ്യം ബോധക്ഷയം സംഭവിച്ച് ബോധം തെളിഞ്ഞു കഴിഞ്ഞതിന് ശേഷമാണ് ഈ സംഭവം പിന്നീട് അബൂ ഹുറൈറ മറ്റൊരാൾക്ക് പറഞ്ഞു കൊടുക്കുന്നത്. സംഭവം എന്താ ചോദിച്ചാൽ, പരലോകത്ത് എല്ലാ ആളുകളെയും അല്ലാഹു വിചാരണ ചെയ്യുന്നതിന്റെ മുന്നോടിയായി ജനങ്ങളൊക്കെ മുട്ടുകുത്തി നിൽക്കുന്നൊരവസ്ഥയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇറങ്ങി വരും. എന്നിട്ട് ആദ്യമായി 3 വിഭാഗം ആളുകളെ അല്ലാഹു വിളിക്കുകയാണ് പ്രത്യേകം. അതിൽ ഒന്നാമത്തെ ആള് വിശുദ്ധ ഖുർആൻ മനഃപ്പാഠമാക്കിയ ഒരു വ്യക്തിയാണ്. രണ്ടാമത്തെ ആള് അള്ളാഹുവിന്റെ മാർഗത്തിൽ ജിഹാദ് ചെയ്ത് ഷഹീദായ ഒരു വ്യക്തിയാണ്. മൂന്നാമത്തെ ആള് തന്റെ സമ്പത്തിന്റെ സിംഹഭാഗവും അള്ളാഹുവിന്റെ മാർഗത്തിൽ ധർമ്മം ചെയ്ത വ്യക്തിയാണ്. ഈ 3 ആളുകളെ അള്ളാഹു ആദ്യമായി വിളിക്കുന്നു. എന്നിട്ട് ഒന്നാമത്തെ ആളോട് ചോദിക്കുകയാണ്, എന്താണ് നിങ്ങൾ ചെയ്യുന്നത്? നിങ്ങൾക്ക് ഈ പരലോകത്ത് സ്വർഗപ്രവേശനത്തിന് അർഹമാക്കുമാറ് നിങ്ങളുടെ സമ്പാദ്യമായി എന്തുണ്ടെന്ന് ചോദിക്കുമ്പോൾ ഇദ്ദേഹം പറയുന്നത്, ഞാൻ വിശുദ്ധ ഖുർആൻ പൂർണ്ണമായി മനഃപ്പാഠമാക്കി ആ ഖുർആൻ പഠനത്തിൽ ജീവിച്ചു. അപ്പൊ അള്ളാഹു പറയും, താങ്കൾ പറഞ്ഞത് കളവാണ്. ജനങ്ങൾക്കിടയിൽ ഒരു കാര്യം ഖുർആൻ വളരെ മധുരകരമായി പാരായണം ചെയ്യുന്ന, ഖുർആൻ മനഃപ്പാഠമാക്കിയ ഒരു കാര്യമാണ് ഞാൻ എന്ന പേര് ജനങ്ങൾക്കിടയിൽ ലഭിക്കാൻ വേണ്ടിയല്ലേ താങ്കൾ ഖുർആൻ മനഃപ്പാഠമാക്കിയത്? താങ്കൾക്കത് കിട്ടിക്കഴിഞ്ഞല്ലോ എന്ന് പറഞ്ഞ് അദ്ദേഹത്തെ മാറ്റി വെച്ചു. രണ്ടാമത്തെ ആളെ വിളിക്കും, എന്താണ് താങ്കൾക്ക് സ്വർഗപ്രവേശനത്തിന് അർഹമായിട്ടുള്ളത് ചോദിക്കുമ്പോൾ അദ്ദേഹം പറയും, നിന്റെ ദീൻ വിജയിപ്പിക്കാൻ, നിന്റെ കലിമത്തിനെ ഉയർത്താൻ വേണ്ടി ഞാൻ നിന്റെ മാർഗത്തിൽ അടരാടി പോരാടി വീര മരണം പ്രാപിച്ച വ്യക്തിയാണ്, ഷഹീദായ വ്യക്തിയാണ്. അപ്പൊ അള്ളാഹു അദ്ദേഹത്തോട് ചോദിക്കുന്നത്, നീ ഒരു ധീരനാണ് എന്ന പേര് സമ്പാദിക്കാൻ വേണ്ടിയായിരുന്നില്ലേ അങ്ങനെ പോരാടിയതും മരിച്ചതും? ആ പേര് നിനക്ക് കിട്ടിക്കഴിഞ്ഞല്ലോ, മാറി നിൽക്കൂ. അദ്ദേഹത്തെയും മാറ്റി നിൽക്കൂ. മൂന്നാമത്തേത് ധർമ്മം ചെയ്ത വ്യക്തിയെ, അദ്ദേഹത്തോട് ചോദിക്കുന്ന സമാന ചോദ്യങ്ങളാണ്. അപ്പൊ അദ്ദേഹം പറയും, എന്റെ സമ്പത്തിന്റെ നല്ല ഭാഗം ഞാൻ നിന്റെ മാർഗത്തിൽ ധർമ്മം ചെയ്തു. അള്ളാഹു പറയുന്നത്, ഒരു ധർമ്മിഷ്ഠൻ ഉദാരമതിയാണ് എന്ന പേരിന് വേണ്ടിയാണല്ലോ നീ അത് ചെയ്തത്, നിനക്കത് കിട്ടിക്കഴിഞ്ഞു എന്ന് പറഞ്ഞിട്ട് ഈ 3 ആളുകളെയും ആദ്യമായി നരകത്തിലേക്ക് വലിച്ചെറിയും. അപ്പോ നരകപ്രവേശനത്തിന് ആദ്യമായി അർഹത ലഭിക്കുന്നത് ഈ 3 വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്കാണ് എന്ന് പറഞ്ഞ ആ സംഭവം. എന്നിട്ട് ഖത്തീബ് സൂചിപ്പിച്ച കാര്യങ്ങളൊക്കെ നമ്മുടെ പ്രവർത്തനങ്ങളിൽ ഉണ്ടാകേണ്ട ഇസ്ലാം ആത്മാർത്ഥതയെക്കുറിച്ചും, അതേപോലെ എന്തൊരു പ്രവർത്തനം ചെയ്യുമ്പോഴും അള്ളാഹു ഏകനാണ് എന്നുള്ള ആ തൗഹീദ് ചിന്താഗതിയും, ഇവ രണ്ടും അടിസ്ഥാനമായി പ്രവർത്തിക്കുകയാണോ എങ്കിൽ വിജയമുണ്ട്, അല്ലെങ്കിൽ ഉണ്ടാകാൻ പോകുന്നത് പരാജയമാണ്. എന്തൊരു പ്രവൃത്തി, എത്ര ചെറുതാകട്ടെ എത്ര വലുതാകട്ടെ, അത് അള്ളാഹുവിന്റെ പ്രീതി മാത്രം കാണിച്ചുകൊണ്ട്, അവന്റെ പ്രതിഫലം മാത്രം മോഹിച്ചുകൊണ്ട്, അവന്റെ ശിക്ഷയെ ഭയന്നുകൊണ്ട് ആ ഒരു ഉൾവിളിയിൽ നിന്നുള്ള പ്രവർത്തനമാണോ അതിന് അള്ളാഹുവിന്റെ പക്കൽ നിന്ന് പ്രതിഫലം ഉണ്ടാകും എന്ന യാഥാർത്ഥ്യവും, അതേപോലെ മഹാന്മാരായ സഹാബാക്കൾ എത്രത്തോളം നിഫാഖിന് കാപ്പറ്റത്തെ ഭയന്നിരുന്നു എന്ന വിഷയവുമാണ് ഖത്തീബ് ഇന്ന് സൂചിപ്പിച്ചത്. അതുമായി ബന്ധമുള്ള മറ്റൊരു കാര്യം കുറഞ്ഞ സമയം നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ ആഗ്രഹിക്കുന്നു. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അസർ നമസ്കാരം നിർവഹിച്ചു കഴിഞ്ഞിട്ട് പതിവിന് വിപരീതമായി ജനങ്ങളുടെ ചുമലുകൾ ചാടി കടന്നുകൊണ്ട് തന്റെ വീട്ടിലേക്ക് പോകും. അപ്പൊ അവിടെ ഹാരിസ് പറഞ്ഞ സഹാബിയാണ് ഹദീസ്
ജനങ്ങളുടെ ചുമലുകൾ ചാടിക്കടന്നുകൊണ്ട് പ്രവാചകൻ പലപ്പോഴും വിലക്കിയ കാര്യമാണ്. പക്ഷെ നമസ്കാരം കഴിച്ചിട്ട് പെട്ടെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ ചുമലുകൾ ചാടിക്കടന്നിട്ട് എന്റെ വീട്ടിലേക്ക് പോയി. ഉടനെ തന്നെ പ്രവാചകൻ തിരിച്ചു വരികയും ചെയ്തു. അപ്പൊ ജനങ്ങളൊക്കെ ഇങ്ങനെ അത്ഭുതപ്പെട്ട് നിൽക്കുകയാണ്. പ്രവാചകൻ പതിവിന് വിപരീതമായി ഈ നിലക്കൊരു ഇറങ്ങിപ്പോക്ക്, പെട്ടെന്നുള്ള ഇറങ്ങിപ്പോക്ക്, ഉടനെ തന്നെയുള്ള തിരിച്ചു വരും. അപ്പോ ജനങ്ങളുടെ ഈ അവസ്ഥ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മനസ്സിലാക്കി. അപ്പോ സഹാബികളൊക്കെ പറയുന്നത് ജനങ്ങളുടെ പ്രവാചകന്റെ ഈ അസാധാരണമായ ഈ വേഗത കണ്ടിട്ട് ഞങ്ങൾക്കൊക്കെ പേടിയായി, ഇപ്പൊ സംഭവിച്ചതുപോലെ. പക്ഷെ പ്രവാചകൻ ഉടനെ തിരിച്ചു വന്നിട്ട് ജനങ്ങളുടെ ഈ ആകാംക്ഷ കണ്ടപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇനി ലഖദ് കാന ഇൻദന സിബ്റൻ മിൻ സദഖ. നിങ്ങൾ പേടിക്കാനൊന്നുമില്ല, സദഖ വകുപ്പിൽ വിതരണം ചെയ്യേണ്ടിയിരുന്ന കുറച്ചു വെള്ളി നാണയങ്ങൾ വീട്ടിലുണ്ടായിരുന്നു. അപ്പൊ അത് ധർമ്മം ചെയ്യാനുള്ളതാണ്, സദഖ ചെയ്യാനുള്ളതാണ്. അപ്പൊ അങ്ങനെ ധർമ്മം ചെയ്യുവാനുള്ള ആ വെള്ളി നാണയങ്ങൾ എന്റെ വീട്ടിൽ സൂക്ഷിച്ചു വെക്കുന്നത് ഞാൻ പേടിച്ചു. 2 ദിവസമായി അതെന്റെ വീട്ടിൽ. അത് അർഹരായ ആളുകൾക്ക് എത്രയും വേഗം കൊടുത്തു തീർക്കേണ്ടതായിരുന്നു. അത് എനിക്ക് ഇപ്പോഴാണ് ഓർമ്മയായത്. ആ ഓർമ്മ വന്ന സമയത്ത് വളരെ പെട്ടെന്ന് ഞാൻ ഓടിപ്പോയതാണ് ആ വെള്ളി നാണയങ്ങൾ എടുക്കാൻ എന്ന് പറഞ്ഞ് പ്രവാചകൻ ചെയ്തു. അതിന്റെ അവകാശികൾ ആരാണോ ആ അവകാശികൾക്ക് അത് അവിടെ വെച്ച് വിതരണം ചെയ്യുകയും ചെയ്തു. ഇതാണ് സംഭവം. അപ്പോ ഇതും സമാനമായ ഒരുപാട് സംഭവങ്ങൾ വേറെയും ഉണ്ട് ഹദീസുകളിലൊക്കെ. ഞാൻ സൂചിപ്പിക്കുന്നത് ചോദിച്ചാൽ, സദഖ ധർമ്മം ചെയ്യുവാൻ വേണ്ടി പ്രവാചകന്റെ പക്കൽ മറ്റാരോ ഏൽപ്പിച്ച വസ്തു എന്തോ കാരണത്താൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മറന്നുപോയി വിതരണം ചെയ്യാൻ. അപ്പൊ ഈ അസർ നമസ്കാരം കഴിഞ്ഞ ഉടനെ പ്രവാചകൻ ഓർമ്മയായപ്പോ ഒരു നിമിഷം പോലും പാഴാക്കാതെ പ്രവാചകൻ തന്റെ വീട്ടിലേക്ക് വളരെ വേഗത്തിൽ പതിവിന് വിപരീതമായി പള്ളിയിൽ സ്വപ്പായി നിൽക്കുന്ന ജനങ്ങളെ ചാടിക്കടന്നുകൊണ്ട് വീട്ടിലേക്ക് പോവുകയും അത് എടുത്ത് ഉടനെ തന്നെ പ്രവാചകൻ ചെയ്തു. അത് കൊടുത്തു തീർത്ത് തന്റെ ബാധ്യത പ്രവാചകൻ തീർക്കുകയും ചെയ്ത ഒരു സംഭവമാണ്. നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം, നമ്മൾ ചെയ്തു തീർക്കേണ്ട ഒരു കാര്യം, നമ്മുടെ ഉത്തരവാദിത്വത്തിലും നമ്മുടെ ബാധ്യതയിലുമുള്ള ഒരു വിഷയം, അത് എത്രയും പെട്ടെന്ന് ചെയ്തു തീർത്ത് ആ ബാധ്യതയിൽ നിന്ന് മുക്തമാവുക, ഒഴിവാവുക എന്നുള്ളത് സത്യവിശ്വാസികളെ സംബന്ധിച്ചുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഖതീബ് എന്ന് സംസാരിച്ച വിഷയവുമായി ഒരർത്ഥത്തിൽ ബന്ധമുള്ള കാര്യമുണ്ട്. പലപ്പോഴും നമ്മുടെ ജീവിതത്തിലൊക്കെ കാണാൻ സാധിക്കുന്ന ഒന്ന്, നമസ്കാരമാകട്ടെ, സക്കാത്ത്, നോമ്പ്, ഹജ്ജ് അല്ലെങ്കിൽ ദാനധർമ്മങ്ങൾ, അതേപോലുള്ള മറ്റു നല്ല പ്രവർത്തനങ്ങൾ, ദീനുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഇത്യാദി സൽക്കർമ്മങ്ങളൊക്കെ അത് ജീവിതത്തിന്റെ അവസാന കാലഘട്ടത്തിൽ മാത്രം ചെയ്യേണ്ടതാണ്. സ്വർഗത്തിലേക്ക് ആവശ്യമായ കാര്യങ്ങളൊക്കെ ജീവിതത്തിന്റെ അവസാനത്തിലേക്ക് മാറ്റിവെക്കുകയും ഇവിടെ ഈ ദുനിയാവ് ഭൗതിക ജീവിതം അത് പളപ്പളപ്പുള്ളതാക്കി തീർക്കുവാനും അതേപോലെ തന്നെ അത് സുഖകരമാക്കി തീർക്കുവാനും വേണ്ടി യുവത്വകാലം ചെലവഴിക്കുകയും ചെയ്യുന്ന ഒരു പ്രവണത. അപ്പൊ യുവത്വം എന്നൊക്കെ പറഞ്ഞാൽ അത് അടിച്ചു പൊളിക്കാനുള്ളതാണ്. പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് ഒരു 40-50 ഒക്കെ കഴിഞ്ഞ് അങ്ങനെ ആ ഒരു പ്രായത്തിന്റെ ആ ഒന്നാമത്തെ സ്റ്റേജ് കടക്കുമ്പോൾ മാത്രമാണ് പരലോകത്തെ കുറിച്ചൊക്കെ ആലോചിക്കേണ്ടതും ചിന്തിക്കേണ്ടതും പരലോകത്തിന് വേണ്ടി പ്രവർത്തിക്കേണ്ടതും എന്ന ചിന്തയാണ് പല ആളുകൾക്കും ഉള്ളത്. നമ്മുടെ നാട്ടിലൊക്കെ പണ്ട് കാലത്താണെങ്കിൽ ആളുകൾ ഹജ്ജിന് പോവുക, സ്വന്തം നിലയ്ക്ക് ആ ഇബാദത്ത് ചെയ്യാൻ കഴിയാത്ത ഒരു ശാരീരിക പരുവത്തിലെത്തിയതിനു ശേഷമാണ് പലരും പണ്ടൊക്കെ എന്തിരുന്നവരോ ഹജ്ജിന് പോയിരുന്നത്. ഏതെങ്കിലും ഒരാൾ ചെറുപ്പകാലഘട്ടത്തിലോ 40 വയസ്സിന് മുമ്പൊക്കെ ഹജ്ജിന് പോവുകയാണെങ്കിൽ എന്തേ ഇത്ര നേരത്തെ എന്ന് പല ആൾക്കാർ സാധാരണ ചോദിക്കാറുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഒരു സഹാബി ചോദിക്കുന്നുണ്ട്, പ്രവാചകരെ, ദാനധർമ്മങ്ങളിൽ വെച്ച് ഏറ്റവും ഉത്തമമായത് ഏതാണ്? അയ്യു സദഖത്തി അഫ്ളലു ഇൻദല്ലാഹ്, അള്ളാഹുവിന്റെ അടുക്കൽ ഏറ്റവും ശ്രേഷ്ഠകരമായ സദഖ ഏതാണ് എന്ന് ചോദിച്ചപ്പോ അതിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ മറുപടി ഇതുമായി ബന്ധപ്പെട്ട പ്രവാചകൻ പറഞ്ഞത്, അൻത സദഖ വ അൻത റജുലുൻ സ്വഹീഹുൻ ഷഹീഹുൻ തഖ്ശൽ ഫഖറ വ തഉമുൽ ഗിന വലാ തുംഹിൽ ഹത്താ ഇദാ ബലഗത്തിൽ ഹുൽകൂം ഖുൽത ലി ഫുലാൻ കദാ വലി ഫുലാൻ കദാ വഖദ് കാന ലി ഫുലാൻ. അപ്പൊ ഏതാണ് ഏറ്റവും ഉത്തമമായ ധർമ്മം, ദാനധർമ്മം എന്ന് പ്രവാചകൻ പറഞ്ഞത്, നീ ധർമ്മം ചെയ്യലാണ്, സദഖ ചെയ്യലാണ്. നീ നല്ല ആരോഗ്യമുള്ള ആളായിരിക്കുമോ,
ഷഹീഹ്, ജീവിതത്തിൽ അങ്ങേറ്റം കൊതിയുള്ളവനായിരിക്കുമോ? കുറച്ചൊക്കെ ജീവിതം അടിച്ചു പൊളിക്കണം എന്ന് നീ പ്രതീക്ഷിക്കുകയും ആഗ്രഹിക്കുകയും ചെയ്യുന്ന ആ യുവത്വ കാലഘട്ടത്തിൽ ആരോഗ്യം ശ്രദ്ധിച്ചു നിൽക്കുന്ന, അതേപോലെ ജീവിതമൊക്കെ സുഖകരമാക്കി തീർക്കണം എന്ന് കൊതിക്കുന്ന ആ ഒരു പ്രായത്തിൽ നീ ധർമ്മം ചെയ്യലാണ്. എന്നിട്ടോ ദർശൽ പക്രം, ദാരിദ്ര്യത്തെ നീ ഭയപ്പെടുന്നു ആ കാലഘട്ടങ്ങളിൽ. ഐശ്വര്യം ഉണ്ടാകണമെന്ന് നീ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നു. അപ്പൊ ധാരാളം പണം ഉണ്ടാകണം, ഒരിക്കലും പട്ടിണിയോ കഷ്ടപ്പാടോ ഉണ്ടാകാൻ പാടില്ല എന്നൊക്കെ നമ്മൾ പ്രതീക്ഷിക്കുന്ന ആ സന്ദർഭത്തിൽ പണത്തോട് കൂടുതൽ ആഭിമുഖ്യവും താല്പര്യവും അതേപോലെ ആഗ്രഹവും ഒക്കെയുള്ള, ദാരിദ്ര്യത്തെ അങ്ങേറ്റം ഭയക്കുന്ന ആ സന്ദർഭത്തിൽ നീ ധർമ്മം ചെയ്യുകയാണെങ്കിൽ അതാണ് ഏറ്റവും ഉത്കൃഷ്ടമായ ധർമ്മം. വലാത്തുമ്പി, നീ ചിന്തിപ്പിക്കരുത്, താമസിപ്പിക്കരുത് അകാരണമായി. എന്നിട്ട് ഹത്തായിതാ ബലകത്തിൽ ഉൽക്കും, മരണവെപ്രാളമൊക്കെ നിന്റെ തൊണ്ടക്കുഴിയിൽ എത്തുമ്പോൾ കുഴിത്ത നീ പറയും, ഈ പുലാൻ കഥ നിന്റെ സ്വത്തിന്റെ ഇത്ര ഭാഗം ഇന്നാൾക്ക് കൊടുത്തോളണം, വലിയ പുലാൻ കഥ വേറൊരാൾക്ക് ഇത്ര കൊടുത്തോളണം എന്നൊക്കെ നീ പറയും. പക്ഷെ ആ സമയത്ത് എത്തുമ്പോൾ നീ അങ്ങനെ കൊടുക്കാൻ പറയേണ്ട ആവശ്യമില്ല. വക്കത്ത് കാനലി പുലാൻ സറപ്പിൽ ആ സ്വത്ത് വേറൊരാളുടേതായി മാറിക്കഴിഞ്ഞല്ലോ. കാരണം മരണം തൊണ്ടക്കുഴിയിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ ആ സ്വത്ത് എന്റേതല്ല, അതിന്റെ അനന്തരാവകാശികൾ വേറെയാണ്. ഞാൻ ആർക്കെങ്കിലും പൈസ കടം കൊടുക്കാനുണ്ടെങ്കിൽ അവർക്കാണ് എന്റെ സ്വത്ത്. ഇനി കടമൊക്കെ വീട്ടിൽ കഴിഞ്ഞിട്ട് വല്ലതും ബാക്കിയുണ്ടെങ്കിലോ അത് എന്റെ മക്കൾക്കോ അല്ലെങ്കിൽ എന്റെ അനന്തരാവകാശികൾക്കോ എനിക്കത് യാതൊരു പങ്കുമില്ല. അപ്പൊ ആ സ്വത്തിന്റെ പൂർണ്ണമായ അധികാരവും അവകാശവും ഒക്കെ എന്റെ ഉടമസ്ഥതയിൽ നിന്ന് മാറി അനന്തരാവകാശികൾക്കോ ഞാനുമായി ബാധ്യതയുള്ളവർക്കോ ആയിത്തീരുന്നതിന് മുമ്പ് നീ ചെലവഴിക്കണം. അങ്ങനെ ആയ ഒരു ഘട്ടത്തിൽ ഇന്ന ആൾക്ക് മറ്റാൾക്ക് എന്ന് പറയുന്നതിന് അർത്ഥമില്ല. നല്ല ആരോഗ്യവും അതേപോലെ ചോരത്തിളപ്പും ഒക്കെയുള്ള ആ കാലഘട്ടത്തിൽ വേണം നീ ധർമ്മം ചെയ്യാൻ എന്ന് പ്രവാചകൻ പറഞ്ഞു. ഞാനിത് പറയാൻ കാരണം എന്താ ചോദിച്ചാൽ, പലപ്പോഴും നമ്മുടെ ഒരു പ്രവണത ചെറുപ്പക്കാരോടൊക്കെ നമസ്കരിക്കാൻ പറഞ്ഞാൽ അല്ലെങ്കിൽ ജമാഅത്തിന്റെ കൃതിയെ കുറിച്ച് പറഞ്ഞാൽ അല്ലെങ്കിൽ അങ്ങനെയുള്ള നല്ല കാര്യങ്ങളെ കുറിച്ച് പറയുമ്പോൾ ഇനിയും സമയം കൂടുതലുണ്ടല്ലോ എന്ന ചിന്തയാണ് പല ആളുകൾക്കും. അപ്പൊ ഇത്ര കൊല്ലം വരെ ജീവിക്കാം എന്ന് പഠിച്ചവർ നമുക്ക് വല്ല ഉറപ്പും തന്ന ഒരു പ്രതീതിയാണ് നമ്മുടെ ഓരോരുത്തരുടെയും മനസ്സിൽ. നമ്മുടെ സ്വപ്നങ്ങളും നമ്മുടെ ആഗ്രഹങ്ങളും പ്രതീക്ഷകളും ഒക്കെ എത്രയോ അപ്പുറത്താണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ ഒരു മനുഷ്യന്റെ ആയുസ് 60 ആണെങ്കിൽ 80 90 കൊല്ലം കൊണ്ട് ചെയ്തു തീർക്കാൻ കഴിയാത്ത ആകാശ കോട്ടകൾ പ്രതീക്ഷകളാണ് അവന്റെ ജീവിതത്തിൽ. പ്രവാചകൻ തന്നെ ഒരു ഉദാഹരണം വരച്ചിട്ട് കാണിച്ചു. ചെറിയ ചെറിയ പ്രതിബന്ധങ്ങളൊക്കെ ഉണ്ടാകും, അതൊക്കെ ഒന്ന് മറികടക്കും. പക്ഷെ അവസാനം മരണമെന്ന പ്രതിബന്ധം അതിനെ മറികടക്കാൻ കഴിയില്ല. പക്ഷേ നമ്മുടെ ആഗ്രഹവും പ്രതീക്ഷകളുമാണെങ്കിലോ ഈ മരണമെന്ന പ്രതിബന്ധത്തെയും മറികടന്നിട്ട് പിന്നെയും ചെയ്യാണ് അതിന്റെ ഏരോ മാർക്ക് എത്രയോ മുമ്പോട്ട് പോവാണ്. ഒരു മനുഷ്യന്റെ ആയുസ് 100 കൊല്ലമാണെങ്കിൽ 200 കൊല്ലം ചെയ്താലും തീർക്കാത്ത ആഗ്രഹങ്ങളും പ്രതീക്ഷകളുമാണ് അയാൾക്ക് ഉണ്ടാവുക. അപ്പൊ സ്വാഭാവികമാണ്, അത് മനുഷ്യ പ്രകൃതിയുമായി ബന്ധപ്പെട്ട കാര്യമാണ്. അപ്പൊ അതുകൊണ്ട് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം, നമ്മുടെ ഉത്തരവാദിത്വം, നമ്മുടെ ബാധ്യത, അത് എത്ര നേരത്തെ ചെയ്തു തീർക്കാൻ കഴിയോ അത്രയും നേരത്തെ ചെയ്തു തീർക്കാൻ. ഒരാളുടെ ആയുസ് ഇത്ര കൊല്ലം എന്ന് പടച്ചവൻ ഒരു ഉറപ്പും ഒരാൾക്കും നൽകിയിട്ടില്ല. ولا تدري نفس ما وما تدري نفس ماذا تكسب غدا وما تدري نفس بأي أرض تموت. നാളെ എനിക്കെന്ത് ചെയ്യാൻ കഴിയുമെന്നോ അല്ലെങ്കിൽ ഏതൊരു നാട്ടിൽ വെച്ച് എന്തൊരു സാഹചര്യത്തിൽ ഞാൻ മരിക്കുമെന്നോ ഒരാൾക്കും അറിയില്ല എന്നുള്ളതാണ്. നാട്ടിലൊക്കെ നടക്കുന്ന അപകടങ്ങൾ, അതേപോലെ നാട്ടിലും ഇവിടെ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന മാറാ രോഗങ്ങൾ, ചെറുപ്പക്കാരും കുട്ടികളും ചെറുപ്പക്കാരികളും ഒക്കെ മരിച്ചു പോകുന്ന അവസ്ഥ. അപ്പൊ അതുകൊണ്ട് കുറച്ചൊക്കെ പരലോകത്തെ ആഗ്രഹിക്കുകയും മോഹിക്കുകയും ചെയ്യുന്ന ആളുകൾ തന്നെ അവരിലുമുണ്ട് ഈ അമാന്തം, ഈ കാലവിളംബം. അനാവശ്യമായി പടത്തോനെ കുറിച്ച് പേടിയുണ്ട്, സ്വർഗം വേണമെന്ന് ആഗ്രഹമുണ്ട്. അതോടൊപ്പം അവരുടെ മനസ്സിൽ ഇനിയും കുറച്ചൊക്കെ കാലം ഉണ്ടല്ലോ, അതുകൊണ്ട് ഹജ്ജ് എല്ലാ സാഹചര്യവും ഇപ്പൊ ഉണ്ട്, പക്ഷെ എന്നാലും കുറച്ചുകൂടെ ഇനിയും എന്തെങ്കിലും തെറ്റൊക്കെ ചെയ്യാൻ സാധ്യതയുണ്ട്, അതുകൊണ്ട് കുറച്ചുകൂടെ കഴിയട്ടെ എന്ന് പറഞ്ഞ് ഹജ്ജ് മാറ്റി വെക്കുന്ന ആൾക്കാരുണ്ട്. അതേപോലെ നോമ്പിൽ വേണ്ടത്ര ശുഷ്കാന്തി കാണിക്കാത്ത ആൾക്കാരുണ്ട്, ദാനധർമ്മങ്ങളിൽ താല്പര്യം കാണിക്കാത്ത ആൾക്കാരുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഒരു ഹദീസ് എന്താണെന്ന് അറിയോ? ബാദിറു ബിൽ അഅമാലി ഫിത്ന, നിങ്ങൾക്ക് ഇനി വരാൻ പോകുന്നത് കുഴപ്പങ്ങൾ നിറഞ്ഞ കാലമാണ്. അപ്പൊ നിങ്ങൾക്ക് ഒരുപാട് കുഴപ്പങ്ങൾ, ഒരുപാട് അനർത്ഥങ്ങൾ, അത് നമ്മുടെ വ്യക്തിജീവിതത്തിലുണ്ടാകാം, കുടുംബജീവിതത്തിലുണ്ടാകാം, സമൂഹത്തിലുണ്ടാകാം, രാഷ്ട്രത്തിലുണ്ടാകാം, ലോകത്തുണ്ടാകാം. അപ്പൊ ഇങ്ങനെയുള്ള കുഴപ്പങ്ങൾ, ഫിത്നകൾ നിങ്ങൾക്ക് വരുന്നതിന് മുമ്പായി നിങ്ങൾ പ്രവർത്തനങ്ങളുമായി മുന്നേറുക. ഇരുളടഞ്ഞ രാത്രികൾക്ക് സമാനമായ ഫിത്നകൾ വരാനിരിക്കുന്നു. ആ ഫിത്നകൾ വന്നാൽ ഒരാൾ നേരം വെളുക്കുന്നത്
മൂമിനായിട്ടായിരിക്കും. യുക്തി കാഫിറ, വൈകുന്നേരമാകുമ്പോഴോ അയാൾ കാഫിറായി പോയിട്ടുണ്ടാകും. അതല്ലെങ്കിൽ യുക്തി മൂമിന്, വൈകുന്നേരം അയാൾ മൂമിനായിരിക്കും. യുസ്ബിഹു കാഫിറ, നേരം വെളുക്കുമ്പോഴേക്ക് അയാൾ കാഫിറായി മാറിയിട്ടുണ്ടാകും. ദുനിയാവിലെ ചെറിയ വിഭവങ്ങൾക്ക് വേണ്ടി തന്റെ ദീനിനെ വിൽപ്പന നടത്താൻ പോലും അയാൾ തയ്യാറാകുന്ന ഒരു പരുവത്തിലേക്ക് എത്തിച്ചേരും. അപ്പൊ അതുകൊണ്ട് ആ നിലയ്ക്ക് മനുഷ്യൻ തന്റെ ഈമാനും തന്റെ ഇസ്ലാമും നിലനിർത്താൻ കഴിയാത്ത, ചിലപ്പോൾ ദുനിയാവിന് വേണ്ടി തന്റെ കയ്യിലുള്ളത് മുഴുവൻ വിൽക്കാൻ തയ്യാറാകുന്ന ആ നിലയ്ക്കുള്ള കുഴപ്പങ്ങളും അനർത്ഥങ്ങളും ഒക്കെ ആയിരിക്കാം നിങ്ങളെ ബാധിക്കാൻ സാധ്യതയുള്ളത്. അതുകൊണ്ട് അത്തരത്തിലുള്ള കുഴപ്പങ്ങൾ നിങ്ങൾക്ക് വരുന്നതിന് മുമ്പായി നിങ്ങൾ പ്രവർത്തനങ്ങളാൽ മുന്നേറണം. ഈ കുഴപ്പം വരുന്നതിന് മുമ്പ് എന്ത് ചെയ്യാലോ, അല്ലെങ്കിൽ ഇങ്ങനെ പിറ്റന എനിക്ക് ഇപ്പോൾ സാമ്പത്തിക ശേഷി ഉണ്ടെന്ന് കരുതുക, ഞാൻ ഹജ്ജിന് പോയില്ല, ഒരു പക്ഷേ എനിക്ക് വരാൻ പോകുന്ന സാമ്പത്തിക ബാധ്യതകൾ നടന്ന കാലഘട്ടമായിരിക്കും, എനിക്ക് അത് ചെയ്യാൻ കഴിഞ്ഞോണമെന്നില്ല. അപ്പൊ ആ ശേഷി ഉണ്ടായ കാലത്ത് ഞാൻ ആ കർമ്മം ചെയ്യാത്തതിന് പർവ്വത മുമ്പിൽ ഞാൻ മറുപടി പറയേണ്ടി വരും. എനിക്കിപ്പോഴൊക്കെ ആരോഗ്യമുണ്ട്, ഈ ആരോഗ്യ സമയത്ത് ഞാൻ കാര്യമായ പ്രവർത്തനങ്ങളൊന്നും ചെയ്തില്ല പരലോകത്തിന് വേണ്ടി. പിന്നെ എന്റെ ആരോഗ്യം ക്ഷയിച്ചപ്പോഴോ എനിക്ക് കുറെ മോഹമുണ്ട്, താല്പര്യങ്ങളുണ്ട്, പക്ഷെ കഴിയുന്നില്ല. ആ ആരോഗ്യം ഉണ്ടായിരുന്ന കാലഘട്ടങ്ങളിൽ ഞാനത് ചെയ്യാത്തതിന് ഭർത്താവിന് മറുപടി പറയേണ്ടി വരും. സാമ്പത്തിക ശേഷിയുടെയും ദാനധർമ്മങ്ങളുടെയും അവസ്ഥ, എല്ലാ കാര്യങ്ങളുടെയും അവസ്ഥ അതാണ്. ഒരിക്കൽ സുബൈർ ഇബ്നു അദി, അദ്ദേഹം പ്രമുഖനായ ഒരു സഹാബിയാണ്. അദ്ദേഹത്തിന്റെ പിതാവാണ് അദി ഇബ്നു ഹാത്തിം. അദ്ദേഹത്തിന്റെ പിതാവ് ഹാഫിദ് തായിയെ കുറിച്ച് ഖത്തീബ് സംസാരം സൂചിപ്പിച്ചു. അപ്പോ ഈ സുബൈർ ഇബ്നു അദി റളിയല്ലാഹു അൻഹു അദ്ദേഹം ഒരിക്കൽ അനസ് റളിയല്ലാഹു അൻഹുവിനെ കാണാൻ പോയി. അനസ് റളിയല്ലാഹു അൻഹു റസൂലിന്റെ 10 വർഷക്കാലം ഹിദ്മത്ത് ചെയ്ത പ്രമുഖനായ സഹാബിയാണ്. അപ്പോ കുറെ കാലം ജീവിച്ചിട്ടുണ്ട് അനസ് റളിയല്ലാഹു അൻഹു. വളരെ കുറച്ച് സഹാബികളെ ആ കാലഘട്ടത്തിൽ ജീവിച്ചിരിക്കുള്ളൂ. അപ്പൊ അദ്ദേഹത്തെ കാണാൻ വേണ്ടി സുബൈർ ഇബ്നു അദി പോയി. അനസ് ചെന്ന് കണ്ടു, സംസാരിച്ചു. അപ്പൊ അന്നത്തെ ഇറാഖിലെ ഗവർണറായിരുന്നു ഹജ്ജാജ് ഇബ്നു യൂസുഫ്. അപ്പൊ ഹജ്ജാജ് ഇബ്നു യൂസുഫ് എന്ന ഗവർണറിൽ നിന്ന് ഇവർക്ക് അഭിമുഖീകരിക്കുന്ന കുറെ കുഴപ്പങ്ങൾ. ഹജ്ജാജ് കുറച്ച് ക്രൂരമായി ഭരണം നടത്തിയ ഗവർണറാണ്, അമവി ഗവർണറാണ്. അബ്ബാസിയാസുകൾക്ക് എതിരെ ഒരുപാട് കടുത്ത നിലപാടുകൾ സ്വീകരിക്കുകയും കുറെ ആൾക്കാരെ തടവിടുകയും കൊല്ലുകയും ഒക്കെ ചെയ്ത ആളാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ ഈ ക്രൂരമായ ഭരണത്തെ കുറിച്ച് പരാതി പറഞ്ഞമാര് സുബൈർ ഇബ്നു അദി അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹുവിനോട്, പ്രവാചകന്റെ അടുത്ത സഹാബിയാണ് അനസ്. അപ്പോ അനസ് റളിയല്ലാഹു അൻഹു അനസ് റളിയല്ലാഹു അൻഹു ഈ സുബൈറിനോട് പറഞ്ഞത്, ഇസ്ബിറു, നിങ്ങൾ ക്ഷമിച്ചോളൂ, നിങ്ങൾക്ക് ഒരു കാലവും വരൂല, അതിന്റെ ശേഷമുള്ള കാലം അതിനേക്കാൾ ഷർറ് നടന്നതായിട്ടല്ലാതെ. ഹത്താ തൽക്കവും റബ്ബക്കും, നിങ്ങളുടെ റബ്ബിനെ നിങ്ങൾ കണ്ടുമുട്ടുന്നത് വരെ അതായിരിക്കും അവസ്ഥ. ഞാൻ സ്വന്തം അഭിപ്രായം പറയില്ല, നബിക്കും സല്ലല്ലാഹു അലൈഹി വസല്ലം, നിങ്ങളുടെ പ്രവാചകൻ പറഞ്ഞ് ഞാൻ കേട്ടതാണ്. അപ്പൊ ഒരു കാലം വന്നാൽ അടുത്ത കാലം അതിനേക്കാൾ ഷർറ് നടന്നതായിരിക്കും, പിന്നെ വരാൻ പോകുന്ന കാലം അതിനേക്കാൾ ഷർറ് നടന്നതാണ്. അപ്പൊ ഓരോ കാലം, ഓരോ തലമുറ, ഓരോ നൂറ്റാണ്ട് കഴിയുമ്പോഴേക്ക് നല്ല പ്രവർത്തനങ്ങളോ സൽക്കർമ്മങ്ങളോ ചെയ്യാൻ കഴിയാത്ത വിധം ഷർറും ഫിത്നകളും കുഴപ്പങ്ങളും അനർത്ഥങ്ങളും ഒക്കെ നിറഞ്ഞ കാലഘട്ടമാണ് വരാൻ പോകുന്നത്. അപ്പൊ അങ്ങനെയുള്ള ഷർറ് നിറഞ്ഞ, കുഴപ്പം നിറഞ്ഞ കാലഘട്ടം വരുന്നതിന് മുമ്പായി നിങ്ങൾ സൽക്കർമ്മങ്ങൾ പ്രവർത്തിച്ച് മുന്നേറണം എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നൽകിയിരിക്കുന്ന നിർദ്ദേശം. അപ്പൊ നമ്മളും ശ്രദ്ധിക്കേണ്ടത് അങ്ങനെയാണ്. ഒന്നുകിൽ നമുക്ക് വരാൻ പോകുന്നത് വാർദ്ധക്യമായിരിക്കാം, അല്ലെങ്കിലോ കടുത്ത ദാരിദ്ര്യമായിരിക്കാം, അല്ലെങ്കിൽ ഒരു പക്ഷേ പണത്തിന്റെ ആധിക്യമായിരിക്കും. പണത്തിന്റെ ആധിക്യവും ഫിത്നയാണെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഹദീസിൽ വിശദീകരിച്ചത്. അതല്ലെങ്കിൽ രോഗമായിരിക്കാം, അല്ലെങ്കിൽ മരണമായിരിക്കാം. ഇതൊക്കെ നമുക്ക് വരാൻ പോകുന്നത്. പ്രവാചകൻ മറ്റു സമയത്ത് പറഞ്ഞത്, നിങ്ങളുടെ ആരോഗ്യം നിങ്ങൾ ഉപയോഗപ്പെടുത്തുക നിങ്ങൾക്ക് രോഗം വരുന്നതിന് മുമ്പായി, നിങ്ങളുടെ ഒഴിവ് സമയം നിങ്ങൾ ഉപയോഗപ്പെടുത്തുക ജോലി തിരക്ക് വരുന്നതിന് മുമ്പായി, നിങ്ങളുടെ സാമ്പത്തികാഭിവൃദ്ധിയുടെ കാലം നിങ്ങൾ ഉപയോഗപ്പെടുത്തുക നിങ്ങൾക്ക് ദാരിദ്ര്യം വരുന്നതിന് മുമ്പായി, നിങ്ങളുടെ ദുനിയാവിനെ നിങ്ങൾ ഉപയോഗപ്പെടുത്തുക നിങ്ങൾക്ക് പരലോകം മരണം വരുന്നതിന് മുമ്പായി, യുവത്വം ഉപയോഗപ്പെടുത്തുക വാർദ്ധക്യം വരുന്നതിന് മുമ്പായി, അതേപോലെ ഫറാഖ കബല സുഖലിക്ക ഒഴിവ് സമയം ജോലി തിരക്ക് വരുന്നതിന് മുമ്പായി, പിന്നെ
ഐശ്വര്യം ഉപയോഗപ്പെടുത്തുക ദാരിദ്ര്യത്തിന് മുമ്പായി, മറന്നിക്ക ആരോഗ്യം ഉപയോഗപ്പെടുത്തുക രോഗം വരുന്നതിന് മുമ്പായി, ഹയാത്തക്ക കബല മൗത്തിക്ക ഈ ഹയാത്തിനെ ഉപയോഗപ്പെടുത്തുക മൗത്ത് വരുന്നതിന് മുമ്പായി. അപ്പോ ഈ കാര്യങ്ങൾ നമ്മൾ ഓർത്ത് ശ്രദ്ധിക്കുക. അതാണ് വിശുദ്ധ ഖുർആൻ സൂറത്ത് ആൽ ഇംറാനിൽ പറഞ്ഞൊരു ആയത്തെ ഞാൻ ഓതിക്കേൽപ്പിച്ചത്. നിങ്ങൾ ധൃതിയിൽ പ്രവർത്തിച്ച് മുന്നേറുക. ഇലാ മഗ്ഫിറത്തിൻ മിർ റബ്ബിക്കും നിങ്ങളുടെ റബ്ബിന്റെ പാപമോചനം ലഭിക്കാൻ, ജന്നത്തിൻ സ്വർഗം ലഭിക്കാൻ. ആ സ്വർഗത്തിന്റെ വിശാലത അർദ്ധ സമാവാത്ത് വൽ ആകാശഭൂമികൾ സമാനമാണത്. ഉഴുത്തത്തിൽ മുത്തഖീൻ അത് മുത്തഖീങ്ങൾക്ക് വേണ്ടി തയ്യാറാക്കിയതാണ്. അങ്ങനെ മുത്തഖീങ്ങൾക്ക് വേണ്ടി തയ്യാറാക്കിയ വിശാലമായ ആ സ്വർഗവും അള്ളാഹുവിന്റെ ആ മഗ്ഫിറത്തും ലഭിക്കുവാൻ നിങ്ങൾ ധൃതിയിൽ വളരെ വേഗത്തിൽ ഓടി മുന്നേറുക. നമ്മളും പ്രത്യേകിച്ച് ചെറുപ്പക്കാരായ ആളുകളൊക്കെ ആലോചിക്കേണ്ട ഒരു കാര്യമാണ്. എപ്പോഴാണ് മരണം, എപ്പോഴാണ് രോഗം, എപ്പോഴാണ് കഷ്ടപ്പാട്, എപ്പോഴാണ് നമുക്ക് പ്രവർത്തനങ്ങൾ ചെയ്യാൻ കഴിയാത്ത അവസ്ഥയൊക്കെ വരാൻ പോകുന്നതെന്ന് അറിഞ്ഞൂടാ. ഒരു പക്ഷേ പ്രവാചകൻ പറഞ്ഞ ഫിത്ന എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന രാഷ്ട്രീയ കലാപങ്ങളോ കുഴപ്പങ്ങളോ മാത്രമാണ് ഫിത്ന എന്നൊന്നും വിചാരിക്കേണ്ടതില്ല. നമുക്ക് നാം ഉദ്ദേശിക്കുന്ന നല്ല കാര്യങ്ങൾ ചെയ്യാൻ കഴിയാതെ നമ്മുടെ മുമ്പിൽ മാർഗതടസ്സമായി വരുന്ന എന്തെല്ലാം പ്രതിബന്ധങ്ങളും പ്രതിസന്ധികളുമുണ്ടോ അതൊക്കെ തന്നെയും ഫിത്നയുടെ അർത്ഥപരിചയപ്പെടും. അപ്പൊ ഈ വരാനിരിക്കുന്നതൊക്കെ ഫിത്നകളാണ്. അപ്പൊ വന്നെത്തിയ ഇന്ന് ഓരോരുത്തർ ചിന്തിക്കുക, ഇന്ന് ഈ ദിവസമാണ് എന്റെ ജീവിതത്തിലെ ഏറ്റവും സുന്ദരമായ നിമിഷവും. നാളെ നമ്മൾ ജീവിക്കുകയാണെങ്കിൽ ആ നാളെയാണ് നമ്മുടെ ഏറ്റവും സുന്ദരമായ ദിവസം. അതിനേക്കാൾ നല്ലൊരു ദിവസം ഇനി വരാനില്ല എന്നായിരിക്കും നമ്മുടെ ഓരോരുത്തരും മനസ്സിലുണ്ടാകേണ്ടത്. ആ ഒരു ചിന്ത ഉണ്ടെങ്കിലേ വന്നെത്തിയ ഈ നിമിഷത്തെ, ഈ വർത്തമാനത്തെ നമുക്ക് ഉപയോഗപ്പെടുത്താൻ കഴിയൂ. ആ നിലയ്ക്ക് ജീവിതത്തിന്റെ ഇന്നിനെ ഉപയോഗപ്പെടുത്താൻ, ഈ നിമിഷത്തെ ഉപയോഗപ്പെടുത്തുവാൻ, പ്രവർത്തനങ്ങൾ നാളെ മാറ്റിവെക്കാതെ ഈ നാളെ നമ്മൾ ജീവിക്കുകയാണെങ്കിലോ അപ്പോൾ നാളെ നമ്മൾ ഉപയോഗപ്പെടുത്തുക, മറ്റന്നാളെ നമ്മൾ ജീവിക്കുകയാണെങ്കിൽ ആ മറ്റന്നാളെയും നമ്മൾ ഉപയോഗപ്പെടുത്തുക. അങ്ങനെ നമ്മുടെ മുമ്പിൽ വരുന്ന ഓരോ അവസരങ്ങളെയും ഉപയോഗപ്പെടുത്തിക്കൊണ്ട് മുന്നേറുവാൻ, നല്ല പ്രവർത്തനങ്ങൾ ചെയ്ത് മുന്നേറുവാൻ നാം ഓരോരുത്തരും ശ്രമിക്കുക, ശ്രദ്ധിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാവട്ടെ. അത് നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചു പോയ എല്ലാ പാപങ്ങളും അല്ലാഹു നമുക്ക് പുറത്ത് മാപ്പാക്കി തരുമാറാവട്ടെ. അല്ലാഹു المؤمنين والمؤمنات المسلمين والمسلمات الأحياء والأموات إنك مجيب الدعوات ويا قاضي الحاجات. ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا